ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കൊടുവിൽ ഡൽഹി ഇന്ന് പോളിംഗ് ബൂത്തിൽ 70 നിയമസഭാ മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. ഒറ്റഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിനായി 13,000-ലധികം പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് ഡൽഹിയിലെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. വിവാദങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളും നിറഞ്ഞ പ്രചരണകാലത്തിനൊടുവിലാണ് ഡൽഹി പോളിംഗ് ബൂത്തിലെത്തുന്നത്. ബിജെപിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രചരണം നയിച്ചു. അരവിന്ദ് കെജ്രിവാളും അതിഷിയുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രധാന പ്രചാരകർ. മദ്യനയ അഴിമതിയിൽ തുടങ്ങി കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിച്ചതും കടന്ന് യമുനയിലെ മലിനീകരണത്തിൽ വരെ അവസാന നാളുകളിൽ പ്രചരണമെത്തി. ഡൽഹിയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ഉയർത്തിയ ശീഷ് മഹൽ ആരോപണം തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ലോക്സഭയിലും ആവർത്തിച്ചു. आदरणीय सभापति जी, हमने ये जो अलग अलग कदम उठाए उससे लाखों करोड़ रुपए की बचत हुई, लेकिन उन पैसों का उपयोग हमने शीश महल बनाने के लिए नहीं किया. इसका उपयोग हमने देश बनाने के लिए किया है. 70-ൽ യഥാക്രമം 67-ഉം 62-ഉം സീറ്റുകൾ നേടിയാണ് 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. ഭരണ തുടർച്ചയിൽ കുറഞ്ഞതൊന്നും ഇക്കുറിയും AAP പ്രതീക്ഷിക്കുന്നില്ല. 1993 മുതൽ 98 വരെ BJP അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ് ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ BJP മിന്നും പ്രകടനം നടത്തിയപ്പോഴും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2 അക്കത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്രാവശ്യം വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി. കഴിഞ്ഞ 2 വട്ടവും സംപൂജ്യരായ കോൺഗ്രസ് ആശ്വസിക്കാനുള്ള വകയാണ് തേടുന്നത്. പ്രത്യേകിച്ച് തുടർച്ചയായി 15 വർഷം ഡൽഹിയിൽ അധികാരത്തിലിരുന്ന പാർട്ടി എന്ന നിലയിൽ. ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവുകൾ ഡൽഹിയിലെ മധ്യവർഗത്തെ സ്വാധീനിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ 2 തവണയും 50%-ലധികം വോട്ടുകൾ നേടി ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളെല്ലാം വിജയിച്ചതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ജനസംഖ്യയുടെ 42% വരുന്ന ബീഹാർ, കിഴക്കൻ UP എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളടങ്ങുന്ന പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണ് ഡൽഹിയിലെ പ്രധാന വോട്ട് ബാങ്ക്. BJPക്കും ആം ആദ്മി പാർട്ടിക്കും സ്വാധീനമുള്ള ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. ദളിത്, പിന്നാക്ക, ന്യൂനപക്ഷ വോട്ടുകളിലാണ് കോൺഗ്രസിന്റെ കണ്ണ്. 13% മുസ്ലിം വോട്ടുകൾ നിർണായകമായ 8 മണ്ഡലങ്ങളുണ്ട്. ഈ വോട്ടുകളിൽ ഒരു പങ്ക് ലക്ഷ്യമിട്ടാണ് അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM മത്സര രംഗത്തുള്ളത്. 17%-ഓളമുള്ള ദളിത് വോട്ടുകൾ 25ഓളം മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കും. 5% സിഖ് വോട്ടുകളും 10ഓളം മണ്ഡലങ്ങളിൽ നിർണായകമാണ്. ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തവണ കോൺഗ്രസിന്റെ പ്രചരണമേറെയും. ന്യൂനപക്ഷ വോട്ടുകളിൽ കോൺഗ്രസ് വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും AAP ക്യാമ്പിലുണ്ട്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി അധികാരത്തിലെത്തിയ കെജ്രിവാളിന് തന്റെ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ പൊള്ളയെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് ജയിച്ചേ തീരൂ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.